ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വേഗം തകർന്നു പോകുന്ന ഒരു അവയവം എന്ന് പറയുന്നത് ഹൃദയമല്ല, അത് അവന്റെ മനസ്സാണ്. പലർക്കും അറിയാത്ത ഒരു മഹാസത്യമാണ്, ഒരു മനുഷ്യനെ സാത്താൻ കീഴ്പ്പെടുത്തുന്നത് അവന്റെ ശരീരത്തിലൂടെയല്ല, സമ്പത്തിലൂടെയല്ല, അവന്റെ പദവിയിലൂടെയല്ല, അവന്റെ അഭിഷേകത്തിലൂടെ പോലുമല്ല, അവന്റെ മനസ്സിലൂടെയാണ്. ഇന്ന് ഈ സന്ദേശം കാണുന്ന പലരും ചിരിക്കുന്നുണ്ട് പുറമെ, എന്നാൽ അവർ ഉള്ളിൽ കരയുകയാണ്. പലരും നടക്കുന്നുണ്ട്, എന്നാൽ അവർ ഉള്ളിൽ വീഴുകയാണ്. പലരും ജീവിക്കുകയാണ്, എന്നാൽ അവർ ഉള്ളിൽ ജീവനില്ലാത്തതുപോലെയാണ്. ഈ സന്ദേശം അക്ഷരാർത്ഥത്തിൽ താങ്കളെ വിടുവിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ മേലുള്ള വിളി എന്തെന്ന്, നിങ്ങളുടെ മേലുള്ള ശുശ്രൂഷ എന്തെന്ന്, നിങ്ങളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്തെന്ന്, എന്താണ് നിങ്ങളുടെ ഭാവി എന്ന്, നിങ്ങളുടെ നാളെ എന്ത് എന്ന് ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുന്നതിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്താൻ പോവുകയാണ്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടുകൂടെ ഈ സന്ദേശം കേൾക്കുക. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്നത് പോലെ ലക്ഷക്കണക്കിന് ജനങ്ങളെ അനുഗ്രഹിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ സന്ദേശം ലൈക്ക് ചെയ്യുന്നതോടൊപ്പം മറ്റുള്ളവർക്കും കൂടെ, നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും കൂടെ, നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും കൂടെ വേഗത്തിൽ അയച്ചു കൊടുത്താട്ടെ. നമുക്ക് ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാം. ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും തിരിക്കുന്ന ഒരു സന്ദേശമാണ്. ഇത് പ്രവചന തലത്തിലേക്ക് ഈ സന്ദേശം പരിശുദ്ധാത്മാവ് എത്തിക്കും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുപോലെ ഒരു 10-15 മിനിറ്റുള്ള ഈ സന്ദേശം, ഈ 15 മിനിറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ ശ്വാസമടക്കി പിടിച്ചിരുന്ന് കേൾക്കേണ്ടി വരുന്ന ഒരു സന്ദേശമായിരിക്കും. കാരണം അതുപോലുള്ള കാതലായ ഭാഗങ്ങളാണ് ദൈവാത്മാവ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ തടവറ എവിടെയാണെന്ന് ചോദിച്ചാൽ അതിന് പ്രത്യേകിച്ച് കേരളമെന്നോ തമിഴ്നാടെന്നോ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗമെന്നോ നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ട കാര്യമില്ല. ഏറ്റവും വലിയ തടവറ അല്ലെങ്കിൽ ജയിൽ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ മനസ്സാണ്. വിടുതലിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവരും ഉപവസിക്കുന്നവരുമാണ് അധികം ആൾക്കാരും. എന്നാൽ അവർക്ക് വിടുതൽ ലഭിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അത് പൂർണ്ണമായും അവരുടെ ജീവിതത്തിൽ വിടുതൽ ലഭിച്ചു എന്നർത്ഥം വരണമെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി മാനസികമായി സ്വതന്ത്രനായിരിക്കണം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന പല പീഡനങ്ങളുടെയും പല ബുദ്ധിമുട്ടുകളുടെയും നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന പല ഇൻഫേമിറ്റിയുടെയും പ്രഥമ കാരണം, അതിൻ്റെ റൂട്ട് എവിടെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലാത്ത നിങ്ങളുടെ മനസ്സ് തന്നെയാണ്. മുൻപോട്ടുള്ള സന്ദേശങ്ങൾ, മുമ്പോട്ടുള്ള വാക്യവചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നിങ്ങൾക്കത് തീർച്ചയായിട്ടും പൊരുൾ തിരിഞ്ഞു വരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പറഞ്ഞതുപോലെ ഏറ്റവും വലിയ ജയിൽ എന്ന് പറയുന്നത് കേരളത്തിലല്ല, അത് മനുഷ്യനിൽ തന്നെ വസിക്കുന്ന അവൻ്റെ മനസ്സിൽ തന്നെയാണ്. അവൻ്റെ മനസ്സിൽ തന്നെയാണ്. നിങ്ങൾ എവിടെയാണ് അടയ്ക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് പ്രത്യേകിച്ച് പുറമെ ഒരു വ്യക്തിയെയോ ഒരു കാര്യത്തെയോ ചൂണ്ടിക്കാണിക്കേണ്ട, നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ അടയ്ക്കപ്പെട്ടിരിക്കുന്നത്. വായിക്കുന്ന വചനത്തിലൂടെ നിങ്ങളെ ശോധന ചെയ്യൂ. അവിടുന്നാണ് നിങ്ങളെ അഴിച്ചു വിടണമെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ പൂർണ്ണമായ ഒരു സഹകരണം പരിശുദ്ധാത്മാവിന് ആവശ്യമാണ്. ആ മനസ്സിന്റെ തടവറയിൽ നിന്ന് നിങ്ങൾ സ്വതന്ത്രനായാൽ തന്നെ നിങ്ങളുടെ മേലുള്ള വാഗ്ദത്തങ്ങൾ വെളിപ്പെടും, ശുശ്രൂഷ വെളിപ്പെടും, അനുഗ്രഹങ്ങൾ വെളിപ്പെടും, കൃപകൾ വെളിപ്പെടും, അഭിഷേകം വെളിപ്പെടും. അതിനനുവദിക്കാതെ വണ്ണം പലരെയും സാത്താൻ അവർക്കുള്ളിൽ തന്നെ മനസ്സിൽ ബന്ധിച്ചിട്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് അതിന് അയവ് വരുന്നൊരു ദിവസമാണ്. ഒരു ആമേൻ പറയാൻ പറ്റുമെങ്കിൽ ആമേൻ പറയാൻ കേട്ടോ. ഇന്ന് അതിന് അയവ് വരുന്നൊരു ദിവസമാണ്. ഞാൻ പറഞ്ഞതുപോലെ പലരും പുറത്ത് സ്വതന്ത്രരായി നടക്കും, എന്നാൽ അവർ ഉള്ളിൽ ബന്ധിക്കപ്പെട്ടിരിക്കും. പലരും പുറത്ത് ചിരിച്ച് സന്തോഷിച്ച് നടക്കും, എന്നാൽ അവരിൽ എപ്പോഴും കരയുന്നൊരു മനസ്സുണ്ടാവും. പലരും പുറമേ ജീവിതത്തിൽ അവർ പലയിടത്തും ഓടിച്ചെല്ലും, നടന്നെടുക്കും, പക്ഷേ അവർ ഉള്ളിൽ വീണ് കിടക്കുകയായിരിക്കും. അങ്ങനെയുള്ള വ്യക്തിയെ സ്പർശിക്കാൻ തന്നെയാണ് യേശുക്രിസ്തു വന്നത്. അങ്ങനെയുള്ള വ്യക്തിയെ സ്വതന്ത്രമാക്കാൻ തന്നെയാണ് കർത്താവ് അവതരിച്ചത്. ആദ്യം ദൈവം ഒരു വ്യക്തിയെ വിടുവിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഇടപെടുന്ന മേഖലയാണ് അവന്റെ മനസ്സ്. ഇന്ന് ഈ സമയം നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? കർത്താവേ, ദൈവത്തിന്റെ ആത്മാവേ, എൻ്റെ മനസ്സിനെ ഒന്ന് സ്പർശിക്കണമേ എന്ന് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? മടിയില്ലെങ്കിൽ, കഴിയുമെങ്കിൽ നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്തേ. പ്രിയ കർത്താവേ,
എൻ്റെ മനസ്സിനെ ഒന്ന് സ്പർശിക്കണമേ. പ്രിയ കർത്താവേ, എൻ്റെ മനസ്സിനെ ഒന്ന് സ്പർശിക്കണമേ. തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിനെ ഇന്നത്തെ ഈ ശുശ്രൂഷ തീരുന്നതിന് മുന്നേ ദൈവത്തിൻ്റെ ആത്മാവ് സ്പർശിച്ചിരിക്കും. നമ്മുടെ യുദ്ധഭൂമി എവിടെയാണെന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ട സുഹൃത്തെ, ആ യുദ്ധഭൂമി വേറെ ഒരു സ്ഥലവും നിങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ട. ആ യുദ്ധഭൂമി നിങ്ങളുടെ വീടല്ല, നിങ്ങൾ വീടിരിക്കുന്ന സ്ഥാനമല്ല, ആ യുദ്ധഭൂമി നിങ്ങളുടെ ഓഫീസല്ല, ആ യുദ്ധഭൂമി നിങ്ങളുടെ ചേർച്ച് അല്ല, ആ യുദ്ധഭൂമി വേറെ ഏതെങ്കിലും ഒരു ടെറിട്ടറി അല്ല, ഒരു രാജ്യമല്ല. ആ യുദ്ധഭൂമി ഒരു മനുഷ്യന്റെ മനസ്സ് തന്നെയാണ്. കൊരിന്ത്യർക്ക് പൗലോസ് ശ്ലീഹ രണ്ടാമത് ലേഖനം എഴുതിയപ്പോൾ അതിന്റെ 10-ാമത്തെ അധ്യായം 4-5 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞു. നമ്മൾ ഓടിച്ചു വായിച്ച് പറഞ്ഞു പോകുന്ന വചനത്തിനകത്താണ് ഭയങ്കര വലിയ കാതലാകുന്ന ഒരു ആത്മീയ സത്യം മറിഞ്ഞു കിടക്കുന്നത്. എവിടുന്നാ സങ്കല്പം പൊങ്ങുന്നത്? തലച്ചോറിൽ നിന്നല്ല, ഉള്ളിൽ നിന്നാണ്, മനസ്സിൽ നിന്നാണ്. എവിടുന്നാണ് അനുകൂലമാണെങ്കിലും വിരോധമാണെങ്കിലും, അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും ഉള്ള ഒരു തോട്ട് ഉത്ഭവിക്കുന്നത്? അത് മനസ്സിൽ നിന്നാണ്. എന്നാൽ പൗലോസ് പറയുന്നു അത് ഇടിച്ചു കളയണം. സുഹൃത്തെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ദൈവത്തിന് വിരോധമല്ലാത്ത, ഹിതകരമല്ലാത്ത ഒരു ചിന്തയും കൊണ്ട് നമ്മൾ നടന്നിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് ജീവിക്കുന്നു എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ഒരർത്ഥമുണ്ടോ? ദൈവത്തിന് വിരോധമാകുന്ന ഒരു ബിലീഫാണ് എന്നിലിരിക്കുന്നത്, ഒരു ചിന്ത, ഒരു വിശ്വാസം. എന്നിട്ട് നമ്മൾ മനുഷ്യനെ ഒന്ന് കാണിക്കാൻ വേണ്ടി, ആത്മീയനാന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ കുറെ കാട്ടിക്കൂട്ടുകയോ, ഒരു ഹാലേലൂയ പറയുകയോ, നമ്മൾ സഭയിലെ ആരാധനയിൽ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയോ, നമ്മൾ ഭയങ്കര തീയാന്ന് കാണിച്ചാൽ ഇതാർക്ക് വിളങ്ങും? ഓർത്തു നോക്കിയേ. ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ സങ്കല്പങ്ങളും ഇടിച്ചു കളയണമെന്ന് പറഞ്ഞാൽ ഇത് ആന്തരികമാകുന്ന ഒരു വിടുതലിനെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ കഴിവ് പുറത്തു വരണോ? നിങ്ങളുടെ കൃപ പുറത്തു വരണോ? നിങ്ങളെ പരിശുദ്ധാത്മാവ് കൈകളിൽ എടുക്കണോ? നിങ്ങൾക്ക് പ്രവചിക്കണോ? നിങ്ങൾക്കൊരു അഭിഷിക്തയുമായി നിങ്ങൾക്ക് മാറണോ? നിങ്ങൾക്കൊരു നല്ല ജനുവിനായ ഒരു മനുഷ്യനായി മാറണോ? നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ പരിശോധിച്ചേ പറ്റൂ. അതിനകത്തുനിന്ന് പൊങ്ങി വരുന്ന ഓരോ ചിന്തകളെയും നിങ്ങൾ വിലയിരുത്തിയേ പറ്റൂ, സെൻസർ ചെയ്തേ പറ്റൂ. സെൻസർ ചെയ്യേണ്ടടുത്ത് അത് സെൻസർ ചെയ്തേ പറ്റൂ യേശുവിന്റെ നാമത്തിൽ. കാരണം നിങ്ങളെ ദൈവത്തിന് ശത്രുവാക്കി മാറ്റാൻ ഒരു ചിന്ത മതി, നിങ്ങളെ ദൈവത്തിന്റെ അനുയായിയാക്കി മാറ്റാനും ഒരു ചിന്ത മതി. ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ എന്ന വ്യക്തിയെ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ സുഹൃത്തിനെ ദൈവത്തിന്റെ ശത്രുവാക്കി മാറ്റാൻ ഒരു ചിന്ത മതി, ഒരു തോന്നൽ മതി, ഒരു വിശ്വാസം മതി. അതേ നിങ്ങളെ ദൈവത്തിന്റെ അനുഗാമിയാക്കി മാറ്റാൻ, ഒരു പിൻഗാമിയാക്കി മാറ്റാൻ, ഒരു അനുയായിയാക്കി മാറ്റാൻ, ഒരു ഫോളോവർ ആക്കി മാറ്റാനും അതേ ചിന്തയും തോന്നലും മതി. ഇടിച്ചു കളയേണ്ടത് ഇടിച്ചു കളയണം. ഇന്ന് ദൈവം നിങ്ങളെ അതിനെ സഹായിക്കും. നിങ്ങളുടെ മനസ്സിലെ ദുഷ്ടന്റെ കോട്ടകൾ എന്തായിരിക്കാം? ആ കോട്ടകൾ നിങ്ങൾക്ക് കഴിവില്ല എന്ന് സാത്താൻ നിങ്ങളോട് ഞാൻ വീണ്ടും ഒന്നുകൂടെ പറഞ്ഞോട്ടെ. ഇങ്ങനെ പൊങ്ങി വരുമോ ഓരോ ആശയങ്ങൾ, കേട്ടോ? സ്തോത്രം. അവൻ ആദ്യം ശ്രമിക്കുന്നത് നിങ്ങളുടെ മുൻകാല പരാജയങ്ങളെ ഒരു സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ, ഒരു നല്ല ചിന്ത കേൾക്കുമ്പോൾ, ഒരു നല്ല ശുശ്രൂഷ അനുഭവിക്കുമ്പോൾ, ഒരു നല്ല മീറ്റിങ്ങിന് പോകുമ്പോൾ അവൻ കൊണ്ടുവരും. കാരണം കഴിഞ്ഞ പ്രാവശ്യവും നീ ഇതുപോലെ ഒരുങ്ങി പ്രാർത്ഥിച്ചു പോയതാ, കഴിഞ്ഞ പ്രാവശ്യവും നീ ഇതുപോലെ വിശ്വാസം കേട്ടോണ്ട് ഇറങ്ങിയതാ, കഴിഞ്ഞ പ്രാവശ്യവും നീ ഇതുപോലെ ഭയങ്കരമായിട്ട് തുള്ളിച്ചാടി ദൈവശബ്ദമാന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയതാ. പരാജയപ്പെട്ട് വന്നതാണേ, പരാജയപ്പെട്ട് പോയതാണേ, പരാജയപ്പെട്ട ഒരു വ്യക്തിയാണ്. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. മനസ്സിൽ ഉയർന്നു പൊങ്ങുന്ന സാത്താനിയ കള്ളങ്ങളെ ദൈവത്തിന്റെ സത്യം കൊണ്ട് വെട്ടുക. ഓ ഹല്ലേലൂയ. നിങ്ങളുടെ കാതുകളിൽ കേൾക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ സംസാരിക്കുന്ന സാത്താനിയ കള്ളത്തരങ്ങളെയും പൊള്ളത്തരങ്ങളെയും ദൈവത്തിന്റെ സത്യം കൊണ്ട് വെട്ടുക.
അതിനകത്ത് ആ കള്ളം ചിലപ്പോൾ പറയുന്നത് നമുക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തിയിലൂടെ ആയിരിക്കും. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത്, ഞങ്ങൾക്ക് ജഡസംബന്ധമായി ഒരു പോരാട്ടവും ഇല്ല. ഞങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, ഞങ്ങൾക്ക് പോരാട്ടമുള്ളത് അമ്മായിയമ്മയോടല്ല, ഞങ്ങൾക്ക് പോരാട്ടമുള്ളത് അമ്മായിയച്ഛനോടല്ല, ഞങ്ങൾക്ക് പോരാട്ടമുള്ളത് പാസ്റ്ററോടല്ല, ഞങ്ങൾക്ക് പോരാട്ടമുള്ളത് ഭർത്താവിനോടല്ല, ഞങ്ങൾക്ക് പോരാട്ടമുള്ളത് ഭാര്യയോടല്ല, ഞങ്ങൾക്ക് പോരാട്ടമുള്ളത് അയൽവാസിയോടല്ല, മക്കളോടുമല്ല. പകരം അവരെ എനിക്ക് പ്രതികൂലമാക്കി നിർത്തിക്കൊണ്ട് എനിക്കൊരു നല്ല സമയം വരുമ്പോ, എനിക്കൊരു ദൈവിക ദർശനം കിട്ടുമ്പോ അതിനെതിരെ അവരെ കൊണ്ട് നിർത്തിക്കൊണ്ട് ബാക്ക്ഗ്രൗണ്ട് കളിക്കുന്നവനാണ് ഞങ്ങളുടെ ശത്രു. യേശുവിന്റെ നാമത്തിൽ ഒന്ന് ടൈപ്പ് ചെയ്തേ, എന്റെ ശത്രു മനുഷ്യനല്ല, മനുഷ്യനെ ഉപയോഗിക്കുന്ന തിന്മയുടെ ശക്തികളാണ് എന്റെ ശത്രു. എന്റെ പ്രതിയോഗി എന്റെ പ്രിയപ്പെട്ടവരല്ല, എന്റെ പ്രതിയോഗി എന്റെ പ്രിയപ്പെട്ടവരെ പ്രതിയോഗി സ്ഥാനത്ത് നിർത്തുന്ന തിന്മയുടെ ശക്തികളാണ്, അശുദ്ധാത്മാക്കളാണ്. ആ കോട്ടകളെ ഇടിപ്പാൻ ദൈവം നിങ്ങളെ ഇന്ന് അനോയിന്റ് ചെയ്യും. ആ കോട്ടകളെ ഇടിപ്പാൻ, ആ ദുഷ്ടക്കോട്ടകളെ ഇടിപ്പാൻ, ആ സകല സാത്താനിക ആസൂത്രണങ്ങളും തകരുന്ന ഒരു ദൈവിക ശുശ്രൂഷയായി പരിശുദ്ധാത്മാവി ശുശ്രൂഷയെ മാറ്റുകയാണ്. ഹല്ലേലൂയ. അടിമപ്പെടുത്തുവാണ് സാത്താൻ, നമ്മുടെ മനസ്സുകളെ അടിമപ്പെടുത്തും. എന്താണെന്നറിയാവോ? നമ്മുടെ കഴിവില്ലായ്മയെ ഹൈലൈറ്റ് ചെയ്ത് അഭിഷേകത്താൽ നമ്മുടെ മേൽ ദൈവം പകർന്നിരിക്കുന്ന കഴിവുകളെ അവൻ ഹൈഡ് ചെയ്യും. നമ്മുടെ ചിന്തകളിലൂടെ, നമ്മുടെ തോന്നലുകളിലൂടെ, നമ്മുടെ വിശ്വാസങ്ങളിലൂടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ ദൈവത്തെ അറിയുന്നതിന് മുൻപേ ഉള്ള പരാജയങ്ങളെ കൊണ്ട് ഹൈഡ് ചെയ്യും. നിങ്ങൾക്ക് അഭിഷേകത്തിലൂടെ ലഭിച്ച വരദാനങ്ങളെ, കൃപാദാനങ്ങളെ, പകർച്ചകളെ, നിങ്ങൾക്ക് അഭിഷേകം ലഭിക്കുന്നതിന് മുന്നേ ഉള്ള വീഴ്ചകൾ, താഴ്ചകൾ, കുറ്റങ്ങൾ, കുറവുകൾ, പാപങ്ങൾ, സ്വഭാവങ്ങൾ, ഇതിനെയെല്ലാം കൊണ്ടുവച്ച് ഹൈഡ് ചെയ്യും. ആ കോട്ടകൾ ഇടിയണം. ഒന്ന് പറഞ്ഞേ, അങ്ങനെയുള്ള കോട്ടകൾ ഇടിയണം യേശുവിന്റെ നാമത്താൽ. അങ്ങനെയുള്ള കോട്ടകൾ ഇടിയണം. ഓ ഹല്ലേലൂയ. അത് ചിന്തകളിലൂടെ, വികാരങ്ങളിലൂടെ, തീരുമാനങ്ങളിലൂടെ, ജീവിതത്തിലൂടെ, വിധിയിലൂടെ എന്ന് പറഞ്ഞ് നിങ്ങളെ ഇങ്ങനെ എപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. ഒന്ന് ചിന്തകളിലൂടെ വരും, അല്ലെങ്കിൽ പറയും എന്റെ ജീവിതം ഇങ്ങനായി, അല്ലെങ്കിൽ പറയും എന്റെ വിധി ഇങ്ങനെ, എന്റെ അച്ഛന്റെയും വിധി ഇങ്ങനെ ആയിരുന്നു, എന്റെ അമ്മയുടെയും വിധി ഇങ്ങനെ ആയിരുന്നു, എന്റെ അമ്മയ്ക്ക് ആ രോഗം ഉണ്ടായിരുന്നു, എന്റെ അച്ഛൻ ഈ രോഗം ഉണ്ടായിരുന്നു, എന്റെ അച്ഛൻ മരണപ്പെട്ടത് ഇന്ന രോഗം കൊണ്ടാണ്, അതുകൊണ്ട് എനിക്കും അതിന്റെ സിംറ്റംസ് എല്ലാം ഉണ്ട്. ഇങ്ങനെയുള്ള വേണ്ടാത്ത ചിന്തകൾ, തോന്നലുകൾ, മറ്റുള്ള ക്ലാസ്സുകൾ, വേണ്ടാത്ത കാര്യങ്ങൾ കേട്ട് അതെല്ലാം മനസ്സിനകത്ത് ഒരു കോട്ട കെട്ടിയിരിക്കുന്ന ചിലരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സ്വതന്ത്രമാക്കുകയാണ്. ഇന്നത്തെ കാലത്ത് ആർക്കും ജലദോഷം വരാനൊക്കത്തില്ല. കാരണം ജലദോഷം വന്നാൽ ഉടൻ പറയും ഉയ്യോ COVID-19 പറയും. ഇപ്പൊ പിന്നെ കുറെ കുറഞ്ഞിട്ടുണ്ട്. മുന്നേ നമുക്ക് ജലദോഷം, നമുക്ക് ആരുടെയെങ്കിലും അടുത്ത് പോയി തുമ്മാൻ പറ്റുമായിരുന്നു കോവിഡ് കാലഘട്ടത്തിൽ. അവര് നമ്മളെ അടിച്ചു ഓടിക്കത്തില്ലയോ? കാരണം അന്നത്തെ കാലത്ത് ഒരു ജലദോഷം വന്നാൽ പോലും പറയും COVID-19, COVID-19, കൊറോണ വൈറസാണ്. ഹല്ലേലൂയ. ഇനി നമുക്ക് ഇനി എന്തെങ്കിലും പുതിയൊരു രോഗം വരുന്നത് കോട്ടുവായി ഇടുന്നത് കൊണ്ടാണ് വരുന്നതെന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ മുന്നിൽ പോയി കോട്ടുവായി ഇടാനൊക്കത്തില്ല. ഹല്ലേലൂയ. അവർ വായിക്കകത്ത് വല്ല പടക്കം ഇട്ടാലും കണക്കാ. ഹല്ലേലൂയ. ചിന്തകളാ. ഒരു വീഡിയോ കേട്ടിട്ട് ഉയ്യോ കണ്ടോ ആ ഡോക്ടർ അവിടെ ഇരുന്ന് പറയാ ഇന്ന ലക്ഷണങ്ങളെല്ലാം ഉള്ളത് ഇന്ന രോഗത്തിനാന്ന്. എന്തിനാ സഹോദരങ്ങളെ വേണ്ടാത്ത കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ച് നമ്മുടെ മനസ്സും കേടാക്കി, തോട്ട് പാറ്റേണും കേടാക്കി, വേണ്ടാത്ത എല്ലാം കേട്ട് വലിച്ചു വെച്ച് നമ്മളെ തന്നെ നമ്മളൊരു രോഗിയാക്കി, നമ്മളെ തന്നെ നമ്മളൊരു കഴിവില്ലാത്തവനാക്കി, നമ്മളെ തന്നെ നമ്മൾ ഒരു ഗുണമില്ലാത്തവനാക്കി, നമ്മളെ തന്നെ നമ്മളങ്ങ് വിധിച്ച്, നമ്മളെ തന്നെ നമ്മളങ്ങ് എതിർത്ത് പറഞ്ഞ് നിന്നിട്ട് പിന്നെ ഏതൊരു അഭിഷിക്തൻ വന്ന് നിങ്ങളോട് ദൂത് പറഞ്ഞാൽ, ഏതൊരു പ്രവാചകൻ വന്ന് പ്രവചിച്ചാൽ, ഏതൊരു അഭിഷിക്തൻ വന്ന് നിങ്ങളുടെ മേൽ കൈവച്ചാൽ അങ്ങനത്തെ ചിന്തയുള്ള ഒരു വ്യക്തി സുഖപ്പെടും, സൗഖ്യമാകും, വിടിവിക്കപ്പെടും, മുന്നേറും. നമ്മളെ കൊണ്ട് സാത്താൻ നമ്മളെ വിലങ്ങ് വെച്ച്, മനസ്സ് വിലങ്ങ് വെച്ച്, ചിന്ത വിലങ്ങ് വെച്ച്, ആത്മാവിനെ തടവറയ്ക്കകത്താക്കി ആ താക്കോല് നമ്മുടെ കയ്യിൽ തന്നെ തന്നിട്ടാ പോയേക്കുന്നത്. എന്തിനാണെന്നറിയാവോ? ആരേലും അതൊന്ന് നല്ല വാക്ക് പറഞ്ഞ് തുറന്നാൽ നീ അങ്ങ് പിന്നീട് പൂട്ടിയേക്കണമെന്ന് പറഞ്ഞിട്ട്.
ആ താക്കോലും ആ വിലങ്ങും ഞാൻ യേശുവിന്റെ നാമത്തിൽ തകർക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതൊന്ന് ടൈപ്പ് ചെയ്താട്ടെ. ഹല്ലേലൂയ. മോളെ, നിനക്ക് നല്ല കഴിവുള്ള വ്യക്തിയാ. നിന്റെ ചിന്ത നീ ഒന്ന് മാറ്റിയാൽ നീ വിടുവിക്കപ്പെടും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അകത്ത് മുഴങ്ങുന്ന കള്ള വാക്കുകളെ ദൈവത്തിന്റെ സത്യവചനം കൊണ്ട് നീ ഒന്ന് എതിർത്തേ, നിന്റെ ജീവിതം മാറുന്നത് കാണാം. ഞാൻ പ്രാർത്ഥിക്കാനൊക്കെ ചില സമയത്ത് നിൽക്കുന്ന സമയത്ത് ഭയങ്കരമാകുന്ന ഒരു പ്രഷറൊക്കെ ഇങ്ങനെ അനുഭവിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത ഒരു സ്ഥലം, നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത ഒരു അന്തരീക്ഷമായിരിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം, കാരണം അവിടെ നിൽക്കുന്ന വിശ്വാസികൾ കംപ്ലീറ്റ്ലി ചിലയിടത്തൊക്കെ പോകുമ്പോൾ നമ്മളെ ഇങ്ങനെ നോക്കും, വീക്ഷിക്കും. ഇവൻ എങ്ങനത്തതാ, ഇവൻ ഏത് രീതിയാ, ആദ്യമായിട്ടാണ് നോക്കും. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചു മുന്നേറാൻ നമുക്ക് പറ്റാത്ത ഒരു അന്തരീക്ഷം ശുശ്രൂഷകർക്ക് അതറിയാൻ പറ്റും, പ്രാർത്ഥിക്കുന്നവർക്ക് അതറിയാൻ പറ്റും. ചില വീട്ടിൽ പോയാൽ നമുക്ക് പ്രാർത്ഥനയ്ക്ക് വാറക്കാനൊക്കെ തന്നെ, കാരണം കംപ്ലീറ്റ്ലി നമ്മളെ അങ്ങ് വല്ലാത്ത ഒരു നെഗറ്റിവിറ്റി നമ്മളെങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ആ സമയം അയ്യോ ഈ വീടിനകത്ത് ഭയങ്കര ബന്ധന, ഈ വീടിനകത്ത് ഭയങ്കര നെഗറ്റീവാ, ഈ വീടിനകത്ത് ആത്മസാന്നിധ്യം ഇല്ല എന്നൊക്കെ പറഞ്ഞ് വേണേ അവരുടെ കൂട്ടത്തിൽ അങ്ങ് കൂടാം. എന്നാൽ ഒരു വെളിപ്പാട് കിട്ടിയ ഒരു വ്യക്തിയാണ് അവിടെ നിൽക്കുന്നതെങ്കിൽ, ശുശ്രൂഷിക്കുന്നതെങ്കിൽ, ആദ്യം അവനിൽ വ്യാപരിക്കുന്ന ദൈവവചനവും അഭിഷേകവും വിശ്വാസവും തീരുമാനവും കൊണ്ട് ആ നെഗറ്റീവ് അന്തരീക്ഷത്തെ കട്ട് ചെയ്യേണ്ട താമസം ആത്മസാന്നിധ്യം അവിടെ വെളിപ്പെടും. സുഹൃത്തെ, നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ നെഗറ്റീവ് തോട്ടുകൾ, നെഗറ്റീവ് സിസ്റ്റം, നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന അഭിഷേകവും ദൈവവചനവും ശക്തിയും ബോധ്യങ്ങളും വിശ്വാസവും കൊണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയും. നിങ്ങൾ എന്ന വ്യക്തിയെ ദൈവം മനസ്സിലെ തടവറയിൽ നിന്ന് പുറത്താക്കി എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, നിങ്ങൾ ഇന്നു മുതൽ ആരെയും വിധിക്കത്തില്ല. ഇവനാ കാരണം, ഇവളാ കാരണം, ഇങ്ങേരാ കാരണം, ഇവളാ കാരണം പറഞ്ഞ് നമ്മൾ വിധിക്കത്തില്ല. ആ പാസ്റ്റർ പ്രാർത്ഥിക്കാത്തോണ്ട്, ആ ആള് നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യാത്തോണ്ട് പറയത്തില്ല. നിങ്ങൾ മനസ്സ് എന്ന ഒരു ഒരു മേഖല, മനസ്സിന്റെ ബന്ധനം എന്ന മേഖല, ആ തടവറ, മനസ്സിന്റെ തടവറ പൊളിച്ച് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ സ്വതന്ത്രമാക്കിയ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു അന്തരീക്ഷവും ചേഞ്ച് ചെയ്യാൻ പറ്റും. ഏതൊരു അന്തരീക്ഷവും ചേഞ്ച് ചെയ്യാൻ പറ്റും. ഏലിയാവ് ഒറ്റയ്ക്ക് നിന്നിട്ടാണ് 100 കണക്കിന് നിരന്ന് നിൽക്കുന്ന ബാലിന്റെ പ്രവാചകന്മാർ പറഞ്ഞ വാക്കിനെ ആ അന്തരീക്ഷം തന്നെ ചേഞ്ച് ചെയ്തത്. ഏലിയാവ് ഒരൊറ്റ മനുഷ്യന്. അതിനകത്ത് അഭിഷേകം മാത്രമല്ല, അതിനകത്ത് പ്രാർത്ഥനാ ജീവിതം മാത്രമല്ല, അതിനകത്ത് മനസ്സുണ്ട്, വിശ്വാസമുണ്ട്, തീരുമാനമുണ്ട്, ബോധ്യമുണ്ട്. എങ്കിലേ പ്രാർത്ഥന വലിക്കൂ, എങ്കിലേ അഭിഷേകം ചലിക്കൂ. തീരുമാനം, വിശ്വാസം, ബോധ്യം. ഞാൻ പ്രാർത്ഥിച്ചാൽ തീ ഇറങ്ങുവേണോ, ഞാൻ പ്രാർത്ഥിച്ചാൽ ആകാശം അടയും, ഞാൻ പ്രാർത്ഥിച്ചാൽ ആകാശം തുറക്കും. ഇത് ബോധ്യമാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ഒരു ആമേൻ പറയാൻ പറ്റും? ആ നിലയിൽ കർത്താവ് നിങ്ങളോട് ഈ ഇടപെടുന്നതെല്ലാം നിങ്ങളിലൂടെ വലിയ ഉണർവ് ചിലയിടത്ത് നടക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളോട് ദൈവാത്മാവി സംസാരിക്കുന്നതെല്ലാം നിങ്ങളിലൂടെ ആ ദേശത്തൊരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടാനും, ആ വീട്ടിൽ, അവിടെയുള്ള വ്യക്തികളിലെല്ലാം ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഹല്ലേലൂയ. കാരണം യോഹന്നാന്റെ സുവിശേഷം പറയുന്നു, അതിന്റെ 8-ാമത്തെ അധ്യായം, അതിന്റെ 44-ാമത് അനുഗ്രഹിക്കപ്പെട്ട തിരുവചനം പറയുക, നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ, നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കുലപാതകനായിരുന്നു, ആത്മാവിനെ കൊല്ലുന്നവൻ. അവനിൽ സത്യമില്ലായ്ക കൊണ്ട് സത്യത്തിൽ നിൽക്കുന്നതുമില്ല. അവൻ ഭോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അവൻ ഭോഷ്ക് പറയുകയും പറയുന്നവനും അതിന്റെ അപ്പനുമാകുന്നു. ഭോഷ്ക് പറയുന്നവനും അതിന്റെ അപ്പനുമാകുന്നു. ഞാൻ ദൈവത്തിന്റെ മകനാന്നൊന്ന് ടൈപ്പ് ചെയ്തോ. ഞാൻ ദൈവത്തിന്റെ മകനാ, ഞാൻ ദൈവത്തിന്റെ മകളാന്നൊന്ന് ടൈപ്പ് ചെയ്തേ. ഹല്ലേലൂയ. അവൻ ഉള്ളിൽ പറയുന്ന കള്ളം, ഞാൻ ഇനി ഉപവസിച്ചിട്ട് കാര്യമില്ല, ഞാൻ ഇനി കാത്തിരുന്നിട്ട് കാര്യമില്ല, ഞാൻ ഇനി ഇന്റർവ്യൂവിന് പോയിട്ട് കാര്യമില്ല, ഞാൻ ഇനി എനിക്കൊരു നല്ല ജോലി കിട്ടത്തില്ല, ഇനി എനിക്കൊരു നല്ല ബന്ധം ഉണ്ടാകത്തില്ല, ഇനി എനിക്കൊരു ശുശ്രൂഷയില്ല, ഇനി ദൈവം എന്നെ ഉപയോഗിക്കത്തില്ല, ഇത്യാദി വേണ്ടാത്ത ചിന്തകൾ. അത് മനസ്സിനകത്തുള്ള തടവറയാണ്. ആ തടവറ പൊളിക്കുക. ദൈവം ആദ്യം സമാധാനം വരുത്തുന്നത് സുഹൃത്തെ വിഷയങ്ങൾക്കല്ല, പ്രശ്നങ്ങൾക്കല്ല, മനസ്സിനാണ്. ദൈവിക സമാധാനം ഒരു വ്യക്തിയിൽ ഒഴുകുന്നത് മനസ്സ് ശാന്തമാകുമ്പോഴാണ്.
ഫിലിപ്പിയർ 4:4-8 ഒന്ന് നോക്കിക്കേ. 4 മുതൽ 8 വരെയുള്ള വാക്യം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം അതിന്റെ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. ഒടുവിൽ സഹോദരന്മാരെ, നിത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളുവിൻ. സുഹൃത്തെ, നീ ചിന്തിക്കുന്നത് ഏത് റേഞ്ചാണ്, അവിടെ മുതലേ നിനക്ക് വളർച്ചയുള്ളൂ. നിങ്ങളുടെ മനസ്സിനെ അടിമപ്പെടുത്തി തടവറയ്ക്കകത്താക്കിയിട്ട് അന്ധകാരം നിറച്ച് നമ്മൾ വായിച്ചതുപോലെ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനമൊക്കെ അങ്ങ് മാറ്റി വെച്ച് ആ തടവറയെക്കുറിച്ചും ഇരുട്ടിനെ കുറിച്ചും ഇരുട്ടിലെ സ്വപ്നങ്ങളെ കുറിച്ചും നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ നിങ്ങൾ അവിടെ നിൽക്കത്തേ ഉള്ളൂ. ആ ചിന്തയ്ക്കകം നിങ്ങളെ ഭരിക്കും. ആ ചിന്തയ്ക്ക് നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ആത്മാവ് നിങ്ങളെ ഭരിക്കും. എന്നാൽ നിങ്ങളെന്ന വ്യക്തി ഈ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം 4 മുതൽ 8 വരെയുള്ള ഒരു വ്യക്തിയെ പോലെ ആണെങ്കിൽ തടവറയ്ക്കകത്ത് നിങ്ങൾ ആത്മഭാഷ പുറപ്പെടുവിക്കും. പൗലോസും ശീലാസും എങ്ങനെയായിരുന്നു? തടവറയ്ക്കകത്ത് ഇരുട്ട് അവരെ ഭരിച്ചില്ല, അതിനകത്തുള്ള സൗകര്യക്കുറവ് അവരെ ഭരിച്ചില്ല, അവരുടെ മേൽ വിധിച്ച മാനുഷിക വിധി നിയമം അവരെ ഭരിച്ചില്ല. അവർ തടവറയ്ക്കകത്ത് ആത്മാവിന്റെ ഭാഷകൾ, തടവറയ്ക്കകത്ത് ദൂതന്മാരുടെ ഭാഷകൾ, തടവറയ്ക്കകത്ത് ദൈവരാജ്യത്തിന്റെ ഭാഷകൾ അവർ പുറപ്പെടുവിച്ചപ്പോൾ, അവരുടെ മനസ്സിനെ തടവറയ്ക്കകത്തിടാൻ അനുവദിക്കാതിരുന്നപ്പോ, വിശ്വാസത്തെ തടവറയ്ക്കകത്തിടാൻ അനുവദിക്കാതിരുന്നപ്പോൾ, വിശ്വാസത്തെ കാലാമത്തിൽ കിടക്കുമ്പോഴും അവരുടെ മനസ്സാമത്തിലിട്ട് പൂട്ടാൻ അനുവദിക്കാതിരുന്നപ്പോ, അവരിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്തത് കേവലം അവരെ മാത്രമല്ല, അവരോട് കൂടെ അടയ്ക്കപ്പെട്ടിരുന്ന സഹതടവുകാരെ പോലും കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം പൊളിച്ചു പുറത്ത് ഇറക്കിയതുപോലെ ഇന്നും നിങ്ങളുടെ തോട്ട് പാറ്റേൺ ചേഞ്ച് ചെയ്യുകയാണ്. നിങ്ങളുടെ മനസ്സിന്റെ സിസ്റ്റം തന്നെ സ്വർഗം റിന്യൂ ചെയ്യുകയാണ്. നിങ്ങളുടെ മനസ്സിനെ പരിശുദ്ധാത്മാവ് റിന്യൂ ചെയ്യുകയാണ്, രൂപാന്തരപ്പെടുത്തുകയാണ്. വലിയൊരു വിടുതൽ, വലിയൊരു ബ്ലെസ്സിംഗ് നിങ്ങളുടെ മേൽ സ്വർഗം കൈമാറുകയാണ്. ഓ ഹല്ലേലൂയ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. ഒരു വ്യക്തിക്ക് മാനസികമായ ഒരു വിടുതൽ ഉണ്ടാകുന്നത് മൈൻഡ് റീപ്ലേസ്മെന്റിലൂടെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഏത് മേഖലയ്ക്ക് വിടുതൽ വേണോ അത് മൈൻഡ് റീപ്ലേസ്മെന്റിലൂടെയാണ് വരുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 12:2 ഒന്ന് പ്രിയപ്പെട്ടവർ വന്നേ. ഇതോടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം. റോമർക്ക് എഴുതിയ ലേഖനം 12:2 വരുമ്പോൾ നോക്കിക്കേ. ഈ ലോകത്തിന് അനുരൂപമാകാതെ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം നയിക്കുന്നവർ എപ്പോഴും വേറിട്ട് നീങ്ങണം, സ്പെഷ്യൽ ആയിരിക്കണം. അവരുടെ സംസാരമാണെങ്കിലും അവരുടെ ചിന്താരീതികളാണെങ്കിലും അവരുടെ പ്രാർത്ഥനയാണെങ്കിലും അവരുടെ ഇടപെടലുകളെല്ലാം യേശുവിനെ പോലായിരിക്കണം. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും. എന്നോട് ചിലർ ദൈവഹിതം എന്തുവാന്നൊന്ന് പ്രാർത്ഥിച്ചു പറയാമോ എന്ന് പറയും. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ മനസ്സൊന്ന് പുതുക്കിയാൽ, രൂപാന്തരപ്പെട്ടാൽ ദൈവഹിതം നിങ്ങളോട് ദൈവം അറിയിക്കും. എന്താ അത് പറ്റത്തില്ലേ? അത് സാധിക്കും. ഞാൻ ദൈവഹിതം അറിയുന്ന വ്യക്തിയായി തീരുന്നു എന്ന് ടൈപ്പ് ചെയ്തേ. ഞാൻ ദൈവഹിതം അറിയുന്ന വ്യക്തിയായി തീരും. എന്താ സാധിക്കത്തില്ലേ? കാരണം ബൈബിൾ പറയുന്നല്ലോ, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്ന ഒരുവനെ ദൈവഹിതം അറിയിക്കുന്ന ദൈവം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് റീപ്ലേസ് ചെയ്യുന്നതിലൂടെ നിങ്ങളെന്ന വ്യക്തിയിലെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ, അഭിഷേകത്തിൽ വലിയ വർധനവ് വരാൻ പോവുകയാണ്. അങ്ങനെയാണ് നിങ്ങൾക്ക് സ്വർഗവുമായി കണക്ട് ആകാൻ കഴിയുന്നത്. അങ്ങനെയാണ് ദൈവഹിതം അറിയാൻ കഴിയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ളൊരു ദൈവഹിതത്തിന് കാത്തിരിക്കുകയാണോ? നിങ്ങളുടെ നാളെക്കുറിച്ചുള്ളൊരു ദൈവഹിതം എന്താണെന്ന് അറിയാൻ താല്പര്യമുണ്ടോ? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമോ ഇല്ലയോ എന്നറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? നിങ്ങളെ ദൈവത്തിന് വേണമോ എന്ന് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടോ? എനിക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകുമോ എന്നറിയാൻ താല്പര്യമുണ്ടോ? ഇന്ന് അനുഭവിക്കുന്ന ഈ വിഷയത്തിന് എനിക്കൊരു വിടുതൽ കിട്ടുമോ എന്നറിയാൻ താല്പര്യമുണ്ടോ? യേശുവിന്റെ നാമത്തിൽ സാത്താൻ നിങ്ങളുടെ ഉള്ളിൽ നിറച്ചിരിക്കുന്ന പഴയകാല ചരിത്രങ്ങളും സംഭവങ്ങളും ഓർമ്മകളും
വാക്കുകളും കൊണ്ടുള്ള സകല കള്ളത്തരങ്ങളും യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇടിച്ചു കളയുന്നു എന്ന് പറയുക. നിങ്ങളുടെ മേലൊരു പുതിയ കൃപ, ഒരു പുതിയ അഭിഷേകം പരിശുദ്ധാത്മാവ് പകരും. ഇങ്ങനെയുള്ള തടവറകൾക്കകത്താണ് സാത്താൻ മനുഷ്യരെ സൂക്ഷിച്ചിരിക്കുന്നത്. നമ്മൾ പറയുന്നത് അവൻ കെട്ടി വെച്ചിരിക്കുക, അവൻ പൂട്ടി വെച്ചിരിക്കുക. ഞാൻ പറയുന്നു, ആദ്യത്തെ വലിയ കെട്ട്, ചങ്ങല, വിലങ്ങ്, അത് നിങ്ങളുടെ മനസ്സിൽ തന്നെയാണ് അവൻ സൃഷ്ടിച്ചിരിക്കുന്നത്. യേശു എന്തിനാ മനസ്സിനെ തൊടുന്നത്? യേശു മനസ്സിനെ തൊടുന്ന എന്തിനാ? ആദ്യത്തെ പൂട്ട് സാത്താൻ പൂട്ടുന്നത് മനസ്സിനെയാണ്, ചിന്തകളെയാ, ഹൃദയത്തെയാണ്. കാരണം അവിടം കൊള്ളത്തില്ലെങ്കിൽ, ഇപ്പൊ നിങ്ങൾക്കറിയാലോ, നിങ്ങൾ യൂട്യൂബ് കാണുന്നവരൊക്കെ ആണല്ലോ, മിക്ക ഡോക്ടേഴ്സും പറയുന്നു തലവേദനയുടെ കാരണം തലയല്ല, വയറാണ്. സ്കിൻ ഡിസീസസിന്റെ കാരണം സ്കിന്നല്ല, കുടലാണ്. എല്ലാത്തിന്റെയും പ്രശ്നം വയറാണ്, എല്ലാത്തിന്റെയും പ്രശ്നം കുടലാണ്. ശരിയല്ലാത്തത് ഗട്ടാണ്. നിങ്ങളുടെ ഗട്ട് കറക്റ്റ് ആകുമ്പോൾ, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ആകുമ്പോൾ നിങ്ങളുടെ ഈ പ്രശ്നങ്ങളെല്ലാം മാറും. സുഹൃത്തേ, പല പ്രശ്നത്തിന്റെയും കാരണം ഭൂതമല്ല, ബാധയല്ല, ചെകുത്താനല്ല, മനുഷ്യനല്ല, ആഭിചാരമല്ല, മന്ത്രവാദമല്ല. ഇനി ഇതെല്ലാമാണ് പാസ്റ്ററെ, അതൊന്നും പാസ്റ്റർക്ക് അറിഞ്ഞുകൂടാത്തയാണെന്ന് പറഞ്ഞാലും എനിക്ക് സാരമില്ല. പക്ഷെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുന്നു, ഇതെല്ലാം ഭരിക്കുന്നത് ഒരു മനുഷ്യന്റെ മനസ്സിനെയാണെങ്കിൽ, അവരങ്ങനെ ചെയ്തതാ, ഇവരിങ്ങനെ ചെയ്ത, അവരങ്ങനെയൊക്കെ ചെയ്തു കാണും, ഇല്ലാന്നൊന്നും ഞാൻ തർക്കിക്കുന്നില്ല. പക്ഷെ അവരങ്ങനെയൊക്കെ ചെയ്തെങ്കിലും നിങ്ങളുടെ സ്വീകാര്യത പോലെ ഇരിക്കും അതിനെ തകർക്കാൻ നിങ്ങളിലൂടെ പുറപ്പെടുന്ന ദൈവശക്തി. അവർ ചെയ്തതാ വലുതെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് എങ്ങനെ അതിനെ തകർക്കാൻ പറ്റും? അവരത് ചെയ്തോ, ഇപ്പൊ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞ് കയറി മുട്ടുപോയിരുന്ന് പ്രാർത്ഥിക്കുക. ആ സാധനം ആരെങ്കിലും നിങ്ങൾക്ക് എതിരായിട്ട് എന്തെങ്കിലും ചെയ്താലും, കുഴിച്ചിട്ടാലും, കൊണ്ടെത്തന്നാലും, കഴിപ്പിച്ചാലും, നിങ്ങളുടെ മനസ്സ് എന്ന് പറയുന്ന ആ ഒരു അക്ഷയഭൂഷണമായ മനുഷ്യനെ, അഗൂഢ മനുഷ്യനെ, നിങ്ങളുടെ ഹൃദയത്തെ, നിങ്ങളുടെ ആ വികാരത്തിന്റെ സെന്ററുകളെ നിങ്ങൾ റിന്യൂ ചെയ്താൽ, മനസ്സിന്റെ സെന്ററുകളെ, കേന്ദ്രങ്ങളെ നിങ്ങൾ റിന്യൂ ചെയ്താൽ, മനസ്സിന്റെ തലങ്ങളെ നിങ്ങൾ റിന്യൂ ചെയ്താൽ, അഭിഷേകം കൊണ്ട് അവിടെ നിറച്ചാൽ, ദൈവവചനം കൊണ്ട് നിറച്ചാൽ, മനസ്സിനെ ശൂന്യമാക്കാനല്ല പറയുന്നേ, മനസ്സിനെ ശൂന്യമാക്കാനല്ല പറയുന്നേ, മനസ്സിനെ നിറയ്ക്കാനാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിനെ ദൈവവചനം കൊണ്ട് നിറയ്ക്കുക. ദൈവവചനം കൊണ്ട് നിറയ്ക്കുമ്പോ അകത്തിരിക്കുന്ന വേണ്ടാത്തത് ഞെരുങ്ങി തകർന്നു പൊക്കോളും യേശുവിന്റെ നാമത്തിൽ. എന്ന് പറഞ്ഞ മനസ്സിനെ ശൂന്യമാക്കുകയല്ല, മനസ്സിനെ നിറയ്ക്കുകയാണ് വേണ്ടത്. ഹല്ലേലൂയ. ആ ഗൂഢ മനുഷ്യന്റെ ശക്തി പുറത്തേക്ക് വരണമെങ്കിൽ ഈ കാര്യങ്ങൾ നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ. സോ നിങ്ങൾക്ക് ഏതൊരു പ്രതിസന്ധി തകർക്കണമെങ്കിലും, നിങ്ങൾക്ക് ഏതൊരു പോരാട്ടത്തെ ജയിക്കണമെങ്കിലും, നിങ്ങൾക്ക് ഏതൊരു തിന്മയുടെ ശക്തിയെ കീഴടക്കണമെങ്കിലും, നിങ്ങളുടെ മനസ്സ് എന്ന ജയിലിനകത്ത് നിന്ന് നിങ്ങൾ പുറത്തു വന്നേ പറ്റുകയുള്ളൂ. നിങ്ങളെ സാത്താൻ ആ മനസ്സെന്ന ജയിലിനകത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ സെക്കൻഡിൽ സ്വർഗത്തിന്റെ അഭിഷേകം നിങ്ങളെ തൊടുകയാണ്. ആ തടവറ പൊളിയട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. നിങ്ങളെ കർത്താവ് ഇന്ന് സ്പർശിച്ചിട്ടുണ്ട്. ഇനി കേട്ട വചനങ്ങളാൽ സ്വർഗം നിങ്ങളെ സ്പർശിച്ചിട്ടുണ്ട്. ദേ നോക്കിക്കേ, സദൃശവാക്യങ്ങൾ 23:7 കൂടെ ഒന്ന് നോക്കിക്കേ പ്രിയപ്പെട്ടവരെ. നമ്മളിപ്പോ പ്രാർത്ഥിക്കാൻ പോവാ. എനിക്ക് ഓരോ വചനങ്ങൾ ഇങ്ങനെ തരുവാ. സദൃശവാക്യം 23:7 നോക്കിക്കേ. 23:7, അവൻ തന്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെയാകുന്നു. അവൻ തന്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെയാകുന്നു. നിങ്ങൾ എന്തുവാ ഈ വചനം കേട്ടോണ്ടിരുന്നപ്പോ ചിന്തിച്ച്? അതുപോലെ നിങ്ങൾക്കാകാൻ സാധിക്കും. ഹല്ലേലൂയ. സോ നമ്മുടെ മനസ്സിന് വലിയ പ്രാധാന്യമുണ്ട് സുഹൃത്തെ. നമ്മുടെ ചിന്തകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. നമ്മുടെ വിശ്വാസത്തിന് വലിയ പ്രാധാന്യം. നമ്മൾ അതര ജൽപ്പനം ചെയ്യുന്നവരെ പോലെ ആയിക്കഴിഞ്ഞാൽ മനുഷ്യൻ പറയും, ഹോ എന്തൊരു ആത്മീയന, എന്താ പുള്ളിയുടെ പാട്ടും പ്രാർത്ഥനയും. മനുഷ്യന് കൊള്ളാം, പക്ഷെ ദൈവത്തിന് എന്തേലും നമ്മളെ കൊണ്ട് ചെയ്യിക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് ചിന്തിക്കുന്നത് പോലെയാണ്.
അതുകൊണ്ട് കഴിഞ്ഞ കാലം നിങ്ങൾ വീണതും, കഴിഞ്ഞ കാലം പരാജയപ്പെട്ടതും, കഴിഞ്ഞ ഫാസ്റ്റിംഗ് പ്രയറിൽ ദൈവപ്രവൃത്തി വെളിപ്പെടാത്തതും, കഴിഞ്ഞ ഇപ്പോൾ ഒരു പാസ്റ്റർ വന്ന് പ്രാർത്ഥിച്ചൊരു വിടുതൽ ലഭിക്കാത്തതും ഒന്നും ഓർത്ത് നിങ്ങളെ തന്നെ നിങ്ങൾ കൂട്ടിനകത്താക്കല്ലേ, ജയിലിനകത്താക്കല്ലേ. യേശുവിന്റെ നാമത്തിൽ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായത്തിൽ പറയുന്ന പോലെ എപ്പോഴും സന്തോഷിപ്പിൻ, പരിശുദ്ധാത്മാവിൽ സന്തോഷിപ്പിൻ, പരിശുദ്ധാത്മാവിൽ സന്തോഷിപ്പിൻ എന്ന് പിന്നെയും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു എന്ന് എന്തിനാ പൗലോസ് പറഞ്ഞേ? മറന്നുപോകാൻ സാധ്യതയുണ്ട്. സോ ഇന്നു മുതൽ നിങ്ങൾ ഫ്രീ ആകുക. നിങ്ങളുടെ ആത്മീയ മനുഷ്യനും നിങ്ങളുടെ മനസ്സും ഹൃദയവും ചിന്തകളും വികാരങ്ങളും അവയവങ്ങളും ശരീരവും ഭാവിയും എല്ലാം യേശുവിന്റെ നാമത്തിൽ സ്വതന്ത്രമാകട്ടെ. ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ ലക്ഷക്കണക്കിന് ജനങ്ങൾ കാണേണ്ടതല്ലേ? അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് നിങ്ങളൊരു ലൈക്ക് കൊടുക്കുക. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് പറ്റുന്ന എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. ഇതുപോലുള്ള നിത്യേനയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കട്ടെ. God bless you. Have a blessed day.